അമ്മ കാര്യം അമ്മ നേരെ കാര്യം ഞാനും കണ്ടിട്ടില്ല. വിത്ത് പറയുമോ ഇത് അമ്മയ്ക്ക് അത് പച്ചയാക്കി അത് ചോപ്പാക്കാൻ വേണ്ടിട്ടായിരുന്നു ഇത് അനുസരിച്ച്. അപ്പോഴാണ് അവൾക്ക് പച്ച കിട്ടിയില്ല. അച്ഛന്റെ ഗിഫ്റ്റാണ് ഇത് കമ്മൽ. അതിന്റെ മാച്ചായിട്ട് ഞാനൊരു ഡയമണ്ടിന്റെ വള വാങ്ങിച്ചു. അപ്പൊ അവളൊരു പെൻഡന്റ് വാങ്ങിച്ചു. പക്ഷെ അവൾക്ക് മാത്രം ചുവപ്പ് കിട്ടിയില്ല. പക്ഷെ അച്ഛനിതായി കറക്റ്റായി. ഇതിന് മാച്ചായിട്ടിടാലോ, ചുവപ്പിന് മാച്ചായിട്ട് പറ്റിയിട്ടിടാലോ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്തതിന് പക്ഷേ മാത്രം അറിയാലോ. അല്ല ഇത് ഈസിയാണ് ആക്ച്വലി. ടെക്നിക്ക് ഈസിയാണ്, പഠിച്ചാൽ മതി. എന്തറിയോ ഈ വളയാവുമ്പോ ഒരിക്കലും പാകല്ലാത്ത പ്രശ്നം വരില്ല. ഏത് തടിയുള്ള കയ്യിനും വളയിട്ട് അച്ഛൻ്റെ ഗിഫ്റ്റ് എന്താണ് ആ ഗിഫ്റ്റ് ഒന്ന് തുറക്കടാ. ഞാൻ മാത്രമേ കാണാത്തുള്ളൂ. ഒന്നും കണ്ടിട്ടില്ല ആരും. ഇതൊന്നും ആരും കണ്ടില്ല. നീ വരച്ചതാ? വിത്ത് ഒരു മാസമായിട്ട് ഇരുന്ന് വരയ്ക്കണതാ. എങ്ങനെ ഉണ്ടെങ്കിൽ അതേപോലെ അങ്ങനെ പിറന്നാളായിട്ട് എല്ലാവരും എത്തി. കുളിച്ചിട്ട് പോലുമില്ല. വേഗം പോയി കുളിച്ച് ഡ്രസ്സ് മാറ്റി വരാം. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ കലാപരിപാടികളൊക്കെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിരുന്നല്ലോ. ഫ്ലൈറ്റ് മിസ്സായി തലേ ദിവസം എത്തേണ്ടത് നമ്മുടെ പിറന്നാളിൻ്റെ അന്ന് രാവിലെയാണ് എത്തിയത്. അത് എത്തിയപ്പോഴേക്കും 9:45. അപ്പോഴേക്കും എല്ലാവരും വന്നോട്ടെ. അപ്പോൾ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വേഗം ഓടിപ്പോയി കുളിച്ച് റെഡിയായി. കാരണം ഞാൻ പറഞ്ഞില്ല അപ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിത്തുക്കുട്ടി ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായി വന്നപ്പോഴേക്കും പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയി. ഇന്നത്തെ പിറന്നാളിൻ്റെ അന്ന് നമ്മൾ അച്ഛൻ്റെ ഫാമിലി അമ്മയുടെ ഫാമിലിയും മാത്രമേ ഉള്ളൂ. ഫാമിലി എന്ന് പറഞ്ഞാൽ അമ്മയുടെ സിബ്ലിങ്സ് അമ്മയ്ക്ക് 5 ഏട്ടന്മാരാണ്. അതിലൊരാൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. അപ്പോൾ അവരുടെ ബാക്കി എല്ലാവരും വൈഫും അവരും എല്ലാവരും വന്നു. കുട്ടികളാരും വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും വർക്ക് ചെയ്യുന്നവരും പലരും പല സ്ഥലത്താണ്. പിന്നെ അച്ഛന് അവർ 7 മക്കളാണ്. അതിൽ വലിയച്ഛൻ മരിച്ചുപോയി പറഞ്ഞു. പിന്നെ ഒരു വലിയച്ഛനുള്ള നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ടല്ലേ, അവരിപ്പോൾ ഇല്ല, അവരുടെ മകൻ്റെ അടുത്താണ്. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫാമിലിയിൽ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും അച്ഛന് നിർബന്ധമാണ്. അച്ഛൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ അമ്മയുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും. അച്ഛൻ്റെ പിറന്നാളിലും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഇത് അച്ഛൻ്റെ പെങ്ങളാണ്. അപ്പോൾ സുംചേച്ചി അടിപൊളി കുക്കാണ്. സുംചേച്ചിയുടെ വകയാണ്. ഞാൻ ചേച്ചീനെ വിളിക്കുക, പെങ്ങളാണെങ്കിലും ചെറിയ. അപ്പോൾ ഡേറ്റ്സ് കേക്ക് കിട്ടില്ല, ടേസ്റ്റ് ഉണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ അത് മതി എന്ന് പറഞ്ഞു. കാരണം എല്ലാവരും കുറച്ച് വയസ്സായവരാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ മധുരമൊന്നും പറ്റില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഡേറ്റ്സും ഇതും മാത്രം ഇട്ടിട്ടുള്ള ബ്രൗൺ ഷുഗറും ഇട്ടിട്ടുള്ള ഭയങ്കര ടേസ്റ്റുള്ള കേക്കാണ്. എപ്പോഴും സുംചേച്ചിയുടെ സ്പെഷ്യൽ കേക്കാണ്. അപ്പോൾ ഞങ്ങൾ രംഷേട്ടൻ്റെ അമ്മേനെയും ജയൻ്റെ അമ്മേനെയും കൂടെ അച്ഛനമ്മേനെയും കൂടെ നമ്മൾ വിളിച്ചു. വേറെ ആരും നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷനില്ല കേട്ടോ. അപ്പോൾ ജയൻ്റെ അമ്മയുടെ പിറന്നാളും കൂടി ഇന്നാണ്. രണ്ടുപേരും തുലാമാസത്തിലെ തിരുവോണമാണ്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. അമ്മേനെ എല്ലാവരും കൊടുക്കണം, അമ്മയ്ക്കാണ് കൊടുക്കണ്ടേ. ഞങ്ങൾ എല്ലാവരും പിറന്നാളിന് സെറ്റും കൊണ്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ എല്ലാ സെറ്റും കൊണ്ട് ഞാൻ ഉടുത്ത് കഴിഞ്ഞതായിരുന്നു. അപ്പോൾ ഞാനിത് അമ്മയുടെ സെറ്റും കൊണ്ടാണ്. അമ്മ പുതിയതാണ്, ഗീതുവിൻ്റെ സെറ്റും കൊണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ രാവിലെ ഒന്നാമത് ഓൾറെഡി ലേറ്റായി കഴിഞ്ഞ കാരണം എൻ്റെ ആണെങ്കിൽ ഒന്നും കാണാനില്ല. അപ്പോൾ ഞാൻ അമ്മയുടെ സെറ്റും കൊണ്ടാണ് എടുത്തിരിക്കുന്നത്. ഗീതുവിൻ്റെ ബ്ലൗസ് അങ്ങനെ മൊത്തത്തിൽ അടിച്ചു മാറ്റിയിട്ടുള്ള വേഷമാണ് കേട്ടോ. അപ്പോൾ ജയൻ്റെ അമ്മയുടെയും പറഞ്ഞ പോലെ പിറന്നാളായിരുന്നു. ജയൻ്റെ അമ്മയുടെ 60ാമത്തെ പിറന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3 വർഷം മുന്നേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ ഗംഭീരമായിട്ട് ആഘോഷിച്ച സമയത്ത് അമ്മ പോയിട്ട് കൂടെ കട്ട് ചെയ്യുന്ന ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഓഫീസും സ്കൂളൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ അച്ഛൻ്റെ പെങ്ങന്മാരും ഒക്കെയാണ്. അപ്പം നമ്മൾ ഞാൻ എപ്പോഴും അങ്ങനെ പറയാറില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെലിബ്രേഷൻ, പിറന്നാൾ ഭയങ്കര ഇഷ്ടമാണ് ആഘോഷിക്കുന്നത് വെച്ചാൽ. കാരണം ചെറുപ്പം മുതലേ ഞാനും ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ എല്ലാവരും അച്ഛൻ്റെ വീട്ടുകാരൊക്കെ
ഒക്കെ അടുത്തടുത്താണ്. അപ്പോൾ അന്ന് കസിൻസും കൂടെ ഉണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ 1-2 പേരേ ഉള്ളൂ. അതിൽ തന്നെ വർക്ക് ചെയ്യുന്നവരൊക്കെ സാറ്റർഡേ വരില്ല. ബാക്കി എല്ലാവരും പല സ്ഥലങ്ങളിലായതുകൊണ്ട് തന്നെ ആർക്കും വരാൻ പറ്റില്ല. വളരെ അപൂർവമായിട്ട് നമ്മളങ്ങനെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒത്തുകൂടുക. അപ്പോൾ പണ്ടെങ്ങനെ വെച്ചാൽ പിറന്നാളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ആരുടെ പിറന്നാളാണെങ്കിലും കസിൻസിൻ്റെ അവരുടെ വീട്ടിലായിരിക്കും ഭക്ഷണം ഉണ്ടാവുക. അതും സ്കൂളിലൊക്കെ പോയി വന്ന് വൈകുന്നേരമായിരിക്കും ഭക്ഷണം. അപ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ തന്നെ ഒരു 50-60 ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും മിനിമം ഒരു 50-60 ആൾക്കാർ വീട്ടുകാർ മാത്രമേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ആഘോഷിച്ച് ശീലിച്ച കാരണമാണ് ഞാൻ ഇപ്പോഴും എനിക്ക് പിറന്നാളൊക്കെ നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കണം. സെലിബ്രേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചെറുപ്പം മുതലേ അത് ശീലിച്ച് വളർന്ന കാരണം ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഒരുപാട് ആൾക്കാരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്ത കാരണം എനിക്ക് ഇപ്പോഴും ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും പറയാറ്, ആഘോഷങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് അത്രയും ആൾക്കാർ ഫാമിലി കൂടെ ഉള്ളത് കൊണ്ടാണത്. എല്ലാ യൂട്യൂബേഴ്സും എല്ലാ യൂട്യൂബേഴ്സിനും വേണ്ടിയിട്ട് കേട്ടോ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എൻ്റെ സമ്മാനമാണ്. കുറേ കാലമായി എല്ലാവരും കണ്ടിട്ട്. അപ്പോൾ അടുത്ത് തന്നെ വീഡിയോ ഇട്ട് വരാം. ഓക്കെ. അങ്ങനെ ഒരു 11 മണിയോടുകൂടി നമ്മുടെ കേക്ക് കട്ടിങ്ങും പരിപാടിയും കഴിഞ്ഞു. ഇത് അച്ഛൻ്റെ സിസ്റ്ററാണ്. പിന്നെ അവിടെ ഓരോരുത്തർ ഫോണിൽ വിളിക്കുന്നുണ്ട് വരാൻ പറ്റാത്തവരൊക്കെ. ഇതാണ് അച്ഛൻ്റെ ഫാമിലി കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞത് 2 പേർക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇത് അമ്മയുടെ ഫാമിലി. ഇതിൽ ഒരൊറ്റ ആളുടെയും മക്കളില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കും. ഇത് എൻ്റെ കസിനാണ് കേട്ടോ, അച്ഛൻ പെങ്ങളുടെ മോളാണ്. ഷിബ് ചേച്ചിയാണ് എൻ്റെ ബ്യൂട്ടീഷ്യൻ ഉണ്ടായിരുന്നത്. ആൾ ബ്യൂട്ടീഷ്യനാണ്. എൻ്റെ കല്യാണത്തിനൊക്കെ മേക്കപ്പ് ചെയ്തതാണ് ഷിബ് ചേച്ചി കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ഫാമിലി ഫോട്ടോസൊക്കെ എല്ലാവരും വന്നല്ലേ. പിന്നെ കാരണം ഇനി പ്രത്യേകിച്ച് ഫംഗ്ഷനും കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇത്ര പേരല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും 11 മണി 11:30 ആയപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി സദ്യ കഴിക്കണം. അപ്പോൾ അതുവരെ എല്ലാവരും കുറച്ച് ഫോട്ടോസ് എടുക്കാം. പിന്നെ ഫോട്ടോഗ്രാഫർ ഓഫ് കോഴ്സ് നമ്മുടെ രംഷേട്ട് ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ചോദിച്ചു. ഓരോരുത്തരുടെ കൂടെ ഇങ്ങനെ അമ്മയുടെ വീട്ടുകാരുടെ കൂടെ അച്ഛൻ്റെ വീട്ടുകാരുടെ കൂടെ ഒക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എന്താ പറയുക, ഇതൊരു മെമ്മറി അല്ലേ ശരിക്കും പറഞ്ഞാൽ. അച്ഛൻ്റെ പിറന്നാളിന് ഇതുപോലെ ഒരുപാട് പേരുടെ കൂടെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പോഴും ഞങ്ങളിങ്ങനെ നോക്കാറുണ്ട്. അന്ന് ഈ പറഞ്ഞ പോലെ വീഡിയോ ഒന്നുമില്ല, അത് കുറച്ച് കൊല്ലം മുന്നേ ആയതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ അന്നും ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ അച്ഛനും അമ്മേനെയും കൂടെ അന്ന് കാണാൻ പറ്റി. കാരണം ഞങ്ങൾ അന്ന് രാവിലെ അല്ലേ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുട്ടനൊക്കെ വലുതായില്ലേ. എല്ലാവരും ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മേനെയും നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും തന്നെ അറിയുന്നത് കൊണ്ട് ഇവരെവിടെ പോവുകയാണെങ്കിലും പുറത്ത് പോവുകയാണെങ്കിലും ഒക്കെ വന്ന് അന്വേഷിച്ച് സ്നേഹാന്വേഷണങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങളെല്ലാവരെയും. സോ യൂട്യൂബ് ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ല ഇവരുടെയും കൂടെ ആണെന്നുള്ളൊരു ഇതുണ്ട്. അതുകൊണ്ടാണ് അമ്മ കേക്ക് കെട്ടിയുമ്പോൾ എല്ലാവർക്കും വേണ്ടി തരാനൊക്കെ പറഞ്ഞത്. കാരണം അത്രയും സ്നേഹവും സപ്പോർട്ടൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടാവാറ്. അതേപോലെ ഈ ഒരു വീഡിയോന് വേണ്ടിയിട്ട് എത്ര പേരെ വെയിറ്റ് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെല്ലാവരും പറയാറുണ്ട് വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ. നിങ്ങളെങ്ങനെ എപ്പോഴും പറയാറുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം അതെന്താ ആഘോഷമില്ലേ. അപ്പോൾ സദ്യ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഫുൾ സദ്യവട്ടങ്ങളൊന്നുമില്ല, കുറച്ച് ഒരു പായസം, കുറച്ച് വിഭവങ്ങളും പിന്നെ വിളമ്പാനും കാര്യങ്ങൾക്കൊക്കെ ഇവർ തന്നെ ഇനഫാണല്ലോ. ഞങ്ങളെപ്പോഴും ഇങ്ങനെ തമാശയ്ക്ക് പറയട്ടോ, ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോഴും ഇവർ തന്നെയായിരുന്നു എല്ലാതും വിളമ്പിയിരുന്നത്. ഞങ്ങളുടെ പിറന്നാളാണെങ്കിലും കല്യാണമാണെങ്കിലും ഒക്കെ അന്നും ഞങ്ങൾക്ക് ഇവർ വയസ്സായ ആളുകൾ തന്നെയായിരുന്നു. ഇവരാണ്. പക്ഷേ ഇവർ ആ സമയത്ത് ചെയ്തിരുന്ന പ്രായമാണ് ഇപ്പോൾ ഞങ്ങൾക്ക്. പക്ഷേ ഇപ്പോഴും ഇവർ തന്നെയാണ് എല്ലാത്തിനും മെയിനായിട്ട്. ഞങ്ങളിപ്പോഴും കുട്ടികളാണ്. ഞങ്ങളോട് ഇപ്പോഴും അവർ പറയുക കുട്ടികളെ വന്നിരിക്കുന്നത്. അതാണ് ഞാനും ഷിപ്ചേച്ചിയൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോഴും ഇവർ ഞങ്ങളോട് പറയുന്നത് കുട്ടികളെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികളല്ല, ഞങ്ങൾ തന്നെയാണ് അവർക്ക് ഇപ്പോഴും കുട്ടികൾ. ഞങ്ങളുടെ കുട്ടികളൊക്കെ അതിന് ശേഷമുള്ള കുട്ടികളാണ്. അതുമാത്രമല്ല അപ്പോൾ ഞങ്ങളിങ്ങനെ തമാശയ്ക്ക് ഇങ്ങനെ പറയുന്നത് ഇപ്പോഴും വിട്ടു തരണ്ടേ അവർ തന്നെ വേഗം വിളമ്പുന്നു, വേഗം ചെയ്യുന്നു. ആ ഒരു കാര്യപ്രാപ്തിയും കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ നമുക്കില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഭയങ്കര ഫാസ്റ്റാണ് എല്ലാ കാര്യത്തിലും. എല്ലാത്തിലും ഓടി നടന്ന് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഇവരെ കഴിഞ്ഞിട്ട് ഉള്ളൂല്ലേ. ഈ ഒരു ജനറേഷൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം. നമ്മൾക്കൊന്നും ഒരിക്കലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളത് കണ്ട് വളർന്നതാണെങ്കിൽ കൂടി ഇവരുടെ ആ ഒരു കഴിവും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടോ എന്നുള്ളത് കുറച്ച് സംശയമുള്ള കാര്യമാണ്. എന്നാലും നമ്മളെക്കൊണ്ട് കണ്ടു വളർന്ന കാരണം കുറച്ചൊക്കെ നമ്മൾ ശീലിക്കുന്നു എന്ന് മാത്രം ആണ് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ചിലപ്പോൾ ഫുഡിൻ്റെ കുക്കിംഗ് എനിക്ക് ഇൻട്രസ്റ്റും കുക്കിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടിയത് പക്ഷേ അച്ഛൻ്റെ വീട്ടിൽ നിന്നായിരിക്കാം. എല്ലാവരും അടിപൊളി കുക്കുകളാണ്, എല്ലാവരും അടിപൊളി ഫുഡ് പ്രിയരാണ്. അപ്പോൾ അത് എനിക്കും കിട്ടിയതുകൊണ്ടാണ് ഞാൻ ആ ഒരു സംഭവങ്ങളൊക്കെ നിലനിർത്തി പോരെന്ന് വിചാരിച്ച് വീട്ടിലാണെങ്കിലും ഈ ബോംബെയിൽ വന്നാലും അതൊക്കെ ചെയ്യണത് കേട്ടോ. അങ്ങനെ സദ്യ അടിപൊളിയായിരുന്നു. പാൽപ്പായസമായിരുന്നു ഇന്ന്. കാരണം എല്ലാ പായസവും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് പാൽപ്പായസം ഇന്നും പാലരും പരിപ്രഥമനും മെയിൻ ബർത്ത്ഡേയുടെ അന്നും അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് കുറച്ചധികം ബർത്ത്ഡേയുടെ പ്ലാൻസ് ഉണ്ടാക്കി. സംഭവം ഒരൊറ്റ ദിവസമുള്ള വെച്ചാലും ഇന്നാണ് നമ്മളെല്ലാവരും ബർത്ത്ഡേ പ്ലാനുകളൊക്കെ ഉണ്ടാക്കി. അതെന്താണെന്നൊക്കെ വഴിയെ നമ്മൾ പറയുന്നതായിരിക്കും. ഒരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് ബാക്കിയുള്ള ആളുകളെ നമ്മൾ സാറ്റർഡേക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതാണ് മിത്തുക്കുട്ടി അമ്മമ്മയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ്.
എങ്ങനെയുണ്ട് നിങ്ങൾ പറയോ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജീവനുള്ള പോലെ എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. ജീവനുള്ള പോലത്തെ ഗിഫ്റ്റ്. അപ്പം മിത്തുവിൻ്റെ 1 മാസത്തെ ഹാർഡ് വർക്കാണ്. 1 മന്തായി ഓരോരോ പാർട്സായി ഇരുന്ന് വരച്ച് മിത്തുക്കുട്ടി ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. എന്തായാലും നല്ല വേർത്തായി, നല്ല ഭംഗിയിൽ ചെയ്തു. പോർട്രേറ്റ് പഠിച്ചത് അല്ലേ? എങ്ങനെ ഉണ്ടമ്മേ? അടിപൊളി. നാളെ രാവിലെ ഇവിടെ ഗണപതി ഹോമമാണ്. ഇപ്പോൾ എല്ലാവരും പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാളത്തെ ഗണപതി ഹോമത്തിൻ്റെ ഒരുക്കത്തിലാണ് എല്ലാവരും. വന്നല്ലേ വെച്ചിട്ട് വീട്ടിലൊരു ഗണപതി ഹോമം നടത്താമെന്ന് വിചാരിച്ചു രാവിലെ. അപ്പോൾ അതിൻ്റെ തിരക്കിൽ അച്ഛൻ ഇവിടെ അല്ലേ, അച്ഛൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി. അമ്മ അതാ പൂവൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്ത് അല്ലേ. നാളെ രാവിലെ കുറേ ദിവസമായി തുടങ്ങിയിട്ട്, പക്ഷെ എന്താ പറയാ ഇന്ന് ചെയ്യണച്ചിട്ടായിരുന്നു. പക്ഷെ നേരെ വഴുകി വരാൻ ഭാഗ്യം ഒന്നും ചെയ്യാത്ത ഞങ്ങളുടെ അവസ്ഥ ഉണ്ടല്ലേ. ഞങ്ങളൊക്കെ 10 മണിക്കാണ് എത്തിയത്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്റെ ശരിക്ക് ഒറിജിനൽ മാതിരി ഉണ്ട്. പാവം കുറേ ദിവസം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതന്നെ, കുറേ ദിവസം കഷ്ടപ്പെട്ടിങ്ങനെ. എങ്ങനെ ഉണ്ടായിരുന്നു പിറന്നാള്? പിറന്നാള് സൂപ്പറായി. ശരിക്കുള്ള പിറന്നാള് വരാൻ പോണേ ഉള്ളൂ. ഐ മീൻ ശരിക്കുള്ള സെലിബ്രേഷൻ ഇന്ന് നല്ല ഗംഭീരായി. അത് ആരുമില്ല, അച്ഛന്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും, അതായത് ജസ്റ്റ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. വേറെ ആരും വിളിച്ചിട്ടില്ല. പിന്നെ അവരുടെയൊക്കെ മക്കളൊന്നും ലീവ് ഉള്ളതുകൊണ്ട് വന്നിട്ടില്ല. ഒക്കെ സാറ്റർഡേ എല്ലാവരും വരുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി നാട്ടിലുള്ളവരെയും നമ്മുടെ ഫ്രണ്ട്സിനെയും ഒക്കെ വിളിക്കുന്നത് സാറ്റർഡേ ആണ്. പക്ഷെ എന്നാലും ഇന്ന് നല്ല രസമായിരുന്നു. വെറും ഫാമിലി കുറേ എല്ലാവരും കൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ അടിപൊളിയായില്ല ഇന്നത്തെ പിറന്നാള്. സദ്യ അതെ അടിപൊളിയായിരുന്നു. സദ്യ കുറച്ച് വിഭവങ്ങൾ വെച്ചിട്ട് നല്ല പാൽപ്പായസം. മെയിൻ സദ്യ പായപ്രഥമൻ ഞാൻ പാലട സാറ്റർഡേ ആണ്. അവിടെ ഭയങ്കര ബഹളമുണ്ട്. വേറെ ഒന്നല്ല, സദ്യയുടെ സാധനങ്ങളെങ്കിലും പാത്രമൊക്കെ കഴുകലും എടുത്തു വെക്കലും പരിപാടികളൊക്കെയാണ്. അതെ. അപ്പൊ എന്തായി? കൊറേ കാലത്തിന് ശേഷം അല്ലേ അച്ഛന്റെ പിറന്നാളിന് അല്ല നിക്കിയുടെ. പക്ഷെ നിക്കിയുടെ 28 അല്ല, നിക്കിയുടെ 28 കോവിഡ് ആയിരുന്നോ? ചെയ്തില്ല, ജസ്റ്റ് സൂമിനായിരുന്നു നിക്കിയുടെ ചോറൂണ്. അതിനുശേഷം അതെ, അതിനുശേഷം ഇവിടെ ആദ്യമായിട്ടാണ് ഒരു ഫംഗ്ഷൻ. ശരിക്കും പറഞ്ഞാൽ അച്ഛന്റെ പിറന്നാളിന് ശേഷം ഗംഭീരായിട്ട് നടന്നതെന്ന് വേണമെങ്കിൽ പറയാം. അച്ഛന്റെ പിറന്നാൾ ഇതുപോലെ അടിപൊളിയായിരുന്നു. അന്ന് വീഡിയോ ഒന്നും ഞാൻ പറഞ്ഞു, അന്ന് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നല്ല രസമായിരുന്നു. ഈവനിങ്ങിലൊക്കെ ആയിരുന്നു, നല്ല രസമായിരുന്നു. അപ്പൊ അത് അടിച്ചു പൊളിച്ചു. അതുപോലെ ഇതും നമ്മളിനി മറ്റന്നാളേക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. യെസ്. അപ്പൊ എന്തായാലും പിറന്നാൾ അടിപൊളി. അച്ഛനോട് ചോദിക്കാല്ലേ, അച്ഛൻ ഇവിടെ അല്ലേ, അച്ഛൻ ഗണപതി ഹോമത്തിന്റെ സാധനങ്ങൾ വാങ്ങാൻ പോയിക്കാണ്. അച്ഛനൊരു മാസമായിട്ടോ ഈ ഓടി നടക്കണോ ക്ഷണിക്കാനും അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പിറന്നാള്. എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കഴിക്കാൻ, പക്ഷെ ഇവരെല്ലാവരും കൂടി നിർബന്ധിച്ച് വീട്ടില് വെച്ചിട്ട് പറഞ്ഞതായിരുന്നു. പക്ഷെ അത് നടന്നില്ല. 1-ാം തീയതി നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ 1-ാമത് തുലാവർഷമാണ്. ഇവിടെ ഇന്ന് മാത്രമാണ് മഴ ഇല്ലാതിരുന്നത്. ഇന്നലെ വരെയും കോരിച്ചെറിയുന്നത്. അപ്പൊ വീട്ടിലാവുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. പിന്നെ ആളുകൾ കൂടുതലാണ്. ഫാമിലിയും ഇത്രയും പേരെ വിളിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. നമ്മൾ ഹാളിലേക്ക് മാറ്റി. അപ്പൊ എന്തായാലും അടിപൊളി. ഐസ് എത്ര കാലമായില്ലേ. പണ്ടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓടിച്ചെന്ന് 1 രൂപ കൊടുത്ത് പാലൈസും കോലൈസൊക്കെ വാങ്ങും. ഇപ്പോഴും ഈ സംഭവമൊക്കെ ഉണ്ടല്ലേ. അടിച്ച് സൈക്കിളിന് പകരം സ്കൂട്ടറായി വ്യത്യാസമുള്ളൂ. അങ്ങനെ ദേ ഇന്നത്തെ പിറന്നാൾ കഴിഞ്ഞു. എല്ലാവരും ഇപ്പം പോയേ ഉള്ളൂ. ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം അടിച്ച് പൊളിച്ച് നമ്മളിപ്പോൾ ഇതാ എല്ലാവരും പിരിഞ്ഞ്. ഇനി മറ്റന്നാളാണ് നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ട്, നാട്ടിലാണെങ്കിലും ഫുൾ ഫാമിലി ആണെങ്കിലും ഒക്കെ വിളിച്ച് ഗ്രാൻഡായി നടത്തണത് കേട്ടോ. അപ്പോൾ ഇന്ന് അടിപൊളിയായിരുന്നു. സദ്യക്ക് നമ്മൾ ഏൽപ്പിച്ചു. ഇന്ന് പാൽപ്പായസം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. എല്ലാവരും പിരിഞ്ഞ് പോച്ച്. എല്ലാവരും പിരിഞ്ഞ് ഇനി മറ്റന്നാൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പം ഞങ്ങൾ ചെറിയ പരിപാടികളൊക്കെ തട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് സംസാരിച്ചതിൻ്റെ ശേഷം നമ്മൾ ഒരു എന്താ പറയുക ഡാൻസ് പ്രോഗ്രാമൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നു. പെട്ടെന്ന് പ്ലാൻ ചെയ്താണ്, നടക്കുമെന്നൊന്നും അറിയില്ല. നാളെ ഒരൊറ്റ ദിവസമേ ഉള്ളൂ. എന്തായാലും നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണേ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചൂടൊന്നും അധികമില്ല, എന്നാലും എല്ലാവരും കൂടി വരുമ്പോൾ ഒരു ചൂടുണ്ട്. പക്ഷെ കാക്ക വിരുന്ന് വിളിക്കണ്ടല്ലോ. വിരുന്നുകാരൊക്കെ പോയപ്പോഴാണ് കാക്ക വിരിക്കുന്നത്. നല്ല രസമായിരുന്നു. കുറേ കാലത്തിന് ശേഷം നമ്മളിങ്ങനെ ഇനി സാറ്റർഡേ എല്ലാവരും വരും. വരാൻ പറ്റാത്ത കസിൻസൊക്കെ വരും. അപ്പോൾ നല്ല രസമായിരിക്കും. പക്ഷെ അന്ന് സ്റ്റേജിലും പ്രോഗ്രാം ഹാളിലൊക്കെ വെച്ചിട്ടാണ് നടത്തുന്നത്. ഇന്നിപ്പോൾ നമ്മൾ മാത്രമായതുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളുള്ള ദിവസം ഓഫീസുള്ള ദിവസം ആയതുകൊണ്ട് കുറേ പേർക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ സാറ്റർഡേക്ക് മെയിൻ ഫംഗ്ഷൻ വെച്ചത് കേട്ടോ. കാരണം ഇന്നിപ്പോൾ പിറന്ന നാള് തിരുവോണമാണ് നമ്മുടെ നാള്. അപ്പോൾ അതുകൊണ്ട് നാളെ എന്തായാലും
എന്നാണല്ലോ നമ്മൾ കഴിക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നവംബർ 1-ാം തീയതി, അത് ഭാഗ്യത്തിന് സാറ്റർഡേ വന്നുകൊണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അത് സാറ്റർഡേ ആണ്. അപ്പം അന്ന് മാക്സിമം സ്കൂൾ ഓഫീസൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് വെച്ചത് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ അന്നത്തെ പരിപാടികൾക്കായി കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും അടിപൊളിയായി, പിറന്നാൾ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ബൈ.